സിംഗിങ് കപ്പിൾ ഹിയർ. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ പ്രോഗ്രാം തിരൂരിലാണ്. രാവിലെ തന്നെ 6 മണിക്ക് ഞങ്ങൾ ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ പ്രോഗ്രാമിന് വേണ്ടി. നമ്മുടെ വീടിന്റെ മുറ്റത്ത് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പുറത്തെ നെയ്ബറിന്റെ വീട്ടിലാണ് വണ്ടി പാർക്ക്. അങ്ങനെ നമ്മളിതാ രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇന്ന് നമ്മളെ പ്രോഗ്രാം വരുന്നത് തിരൂര് വയലത്തൂരില്ലേ. ഈ ഒരു ടൈമിൽ യാത്ര ചെയ്യാൻ ഭയങ്കര രസമാട്ടോ. നമ്മളെ റോഡിലൊന്നും റഷ് ഒന്നും ഉണ്ടാവില്ല, ഭയങ്കര ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും. കാലിച്ചായ വരെ കുടിക്കാണ്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ കൊയിലാണ്ടി എത്തിയപ്പോൾ നമുക്ക് വയറ്റിന്നൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ പെട്രാസ് റെസ്റ്റോറന്റിൽ കയറി നോക്കുമ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ലഞ്ച് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ കോഴിക്കോടേക്ക് വണ്ടി തിരിച്ചു. വടകരയിൽ നിന്ന് കോഴിക്കോട് വരെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വിശന്നിട്ട് ഞങ്ങൾ രണ്ടാൾ അവശരായി പോയി കേട്ടാ. ഞാൻ വ്ലോഗ് നിർത്തി വിശന്നിട്ട്. സത്യം പറഞ്ഞാൽ വിശന്നിട്ട് എനിക്ക് ഒരു മൂഡും ഇല്ലായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട്. അങ്ങനെ നമ്മള് ഫുഡ് വന്നിട്ടാ പുട്ട് വെള്ളാപ്പ മീൻകറിയാണ് ഓർഡർ ചെയ്തത്. നെയ്സ്പത്തിരി ഉണ്ടായിരുന്നു. മീൻകറി അതുകൊണ്ട് ഞാൻ വെജ് വന്നു. അങ്ങനെ നമ്മള് കോഴിക്കോടുള്ള നമ്മളെ മലബാർ അടുക്കള ആ റെസ്റ്റോറന്റ് കണ്ട ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മളിത് നേരെ നമ്മളെ പ്രോഗ്രാം സ്ഥലത്തേക്ക് പോയി കോണ്ടിക്കുന്ന കേട്ടോ. ഹായ്, അങ്ങനെ ഞങ്ങളിപ്പോ ഇതാ എമറാൾഡ് പാലസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ മേക്കപ്പ് പകുതി ചെയ്ത് നാച്ചുറൽ എന്ന് പറഞ്ഞത് നാച്ചുറൽ ബ്യൂട്ടി ഒന്നും പറയുന്നത്. ഞാൻ മേക്കപ്പ് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് പിമ്പിൾസ് എല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ കാര്യങ്ങളൊന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ലിപ്സ്റ്റിക് മാത്രം ഇടാൻ ബാക്കി. ഞാൻ യൂസ് ചെയ്യുന്ന ഇപ്പം കറങ്ങി യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ആയിട്ട് ഇത് മെബിലൈൻ സെൻസേഷൻ ലിക്വിഡ് മാറ്റ് 11 നമ്പർ മെഡിസി. നല്ല ഷെയ്ഡ് കേട്ടോ ഇത്. എനിക്കിട ഉറങ്ങുന്നു. മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് സെറ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് ഞാനൊരു കാര്യം അറിയുന്നത്. ഞാനിന്ന് പ്രോഗ്രാമിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ മറന്നു. നല്ല 8ന്റെ പണിയാട്ടോ എനിക്ക് കിട്ടിയത്. ഞാൻ ആകെ ടെൻഷനായി. ഇനിയിപ്പോ പ്രോഗ്രാമിന് എങ്ങനെ പാടും എന്നുള്ള ഒരു ടെൻഷനിലായി പോയി. പക്ഷെ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് കുറച്ച് ടൈം ഉള്ളതുകൊണ്ട് വേഗം തൊട്ടടുത്തുള്ള ഒരു കടയിൽ കയറിയിട്ട് നമ്മൾ ഡ്രസ്സ് വാങ്ങി. ഒരു 10-15 ഡ്രസ്സെങ്കിലും ഇട്ട് നോക്കുന്ന ആളാണ് കേട്ടോ ഞാൻ. അവിടെ പോയിട്ട് ഒറ്റ നോക്കൽ തന്നെ ഒരു ഡ്രസ്സ് എടുത്ത് ഞാൻ സെലക്ട് ചെയ്തു. കാരണം നമുക്ക് ടൈമില്ല. ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. കുറച്ച് ലൂസായിരുന്നു, എന്നാലും എനിക്ക് ആ ടൈമിന് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എന്റെ ലൈഫിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ആദ്യമായിട്ട്. എന്നെ ഇങ്ങനെ കളിയാക്കുന്നുണ്ടെങ്കിലും റെമിക്ക് തന്നെയാണ് കേട്ടോ ഇതെല്ലാം വാങ്ങി തരുന്നത്. കൊണ്ടുപോയിട്ട് ദുവാന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബൂട്ടിക്ക് നിന്നാണ് കേട്ടോ നമ്മള് ഡ്രസ്സ് വാങ്ങിയത്. നല്ലൊരു ഡ്രസ്സായിരുന്നു കേട്ടോ. 2000 സംതിങ് ആയിരുന്നു റേറ്റ് ഉണ്ടായിരുന്നു. ഡ്രസ്സ് കിട്ടിയതിന് എന്തോ ഓർണമെന്റ്സ് ഇടും എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അങ്ങനെ എന്റെ കയ്യിലുള്ള ഒരുവിധ കമ്മലുകളൊക്കെ ഞാൻ ഇട്ട് നോക്കി. ഇട്ട് കഴിച്ച് അങ്ങനെ കുറെ സമയം ഞാൻ അതുകൊണ്ട് കളിച്ചിട്ട് അവസാനത് ഈ ഒരു ജുംക്ക ഞാൻ സെലക്ട് ചെയ്തു.